ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലാക്ഷ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചാലോ? ഈ വീഡിയോ ഇതേക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ബേസിക്കായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമതായി റൂബിക്സ് ക്യൂബിന് 6 വശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 3 ലെയർ അടങ്ങുന്ന റൂബിക്സ് ക്യൂബിന് റെഡ് ബ്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ചും, യെല്ലോ ബ്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് വൈറ്റും, ഗ്രീൻ ബ്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂവുമാണുള്ളത്. ഈ കാണുന്ന ഈ സെൻറ്റർ പീസിൻ്റെ ഈ സെൻറ്റർ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിവിടെ ഏത് കളറാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ റെഡാണ് വരുന്നതെങ്കിൽ ഈ പോർഷൻ എല്ലാം റെഡ് ആയിരിക്കും. ഇവിടെ വൈറ്റാണ് വരുന്നതെങ്കിൽ ഈ പോർഷൻ എല്ലാം വൈറ്റാണ് വരേണ്ടത്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലോക്കിനെ നമുക്ക് എഡ്ജ് പീസ് എന്നും ഈ കാണുന്ന ബ്ലോക്കുകളെല്ലാം കോർണർ പീസ് എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ ഫേസ് ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡ് മേളിലോട്ട് തിരിക്കുന്നതിനെ റൈറ്റ് എന്നും താഴേക്ക് തിരിക്കുന്നതിനെ റൈറ്റ് ഇൻവേഴ്സും എന്നും പറയാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് മേളിലോട്ട് തിരിക്കുന്നതിനെ ലെഫ്റ്റ് ഇൻവേഴ്സ് എന്നും തിരിച്ച് താഴോട്ട് തിരിക്കുന്നതിനെ ലെഫ്റ്റ് എന്നും പറയാം. മറ്റൊന്ന്, ഫേസ് ചെയ്യുന്നതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നതിനെ ടോപ്പ് എന്നും തിരിച്ച് റിട്ടേൺ തിരിക്കുമ്പോൾ അതിനെ ടോപ്പ് ഇൻവേഴ്സ് എന്നും പറയും. താഴത്തെ ലെയർ ബോട്ടം, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ ബോട്ടം ഇൻവേഴ്സ് എന്നും തിരിച്ച് തിരിക്കുമ്പോൾ ബോട്ടം എന്നും പറയാം. ഇത്രയുമാണ് ബേസിക്കായി നാം റൂബിക്സ് ക്യൂബിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ ബാക്ക് വശം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യവുമില്ല. നമുക്ക് തുടങ്ങാം. നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ വൈറ്റാണ് തിരഞ്ഞെടുക്കുന്നത്. വൈറ്റ് ടോപ്പ് സൈഡാണ് നമ്മൾ ആദ്യം, ഈ ഒരു പോർഷനാണ് നമ്മൾ ആദ്യം, ഈ ലെയറാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ ടോപ്പ് സൈഡ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ സഹായം ആവശ്യമുണ്ട്. അതിനാണ് നമുക്ക് ആദ്യം വേണ്ടത്, ടോപ്പ് സൈഡ് തിരഞ്ഞെങ്കിൽ ആദ്യം എഡ്ജ് പീസ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യണം. ഇവിടെ ഒരു ക്രോസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം സെക്കൻഡ് ലെയറിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു കളറും ഈ ഒരു വൈറ്റ് ഇതൊരു കറക്റ്റ് അലൈൻമെൻറ്റായി ചെയ്യണം. അതിനായിട്ട് നമ്മളൊന്ന് ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കിക്കൊണ്ട് വൈറ്റും ഓറഞ്ചും ഈ സെക്കൻഡ് ലെയറിൽ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കുക. ഓറഞ്ച് ഇതൊന്ന് കറക്റ്റ് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് അലൈൻ ചെയ്യുക. ഇവിടെ ഞാൻ അലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത്, ഇനി രണ്ടാമത്തെ കളർ എവിടെയാണോ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ചുവപ്പും വൈറ്റും ഇവിടെ കാണാം. നമുക്കത് സെക്കൻഡ് ലെയറിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെയാണ് ചുവപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം അത് എവിടെയാണ് വരേണ്ടത്. അപ്പോൾ അതിന് നാം ഒന്നും ചെയ്യേണ്ട, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് തിരിക്കുക. കണ്ടോ, ഇവിടെ കോർഡിനേഷൻ ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പോൾ അവിടെയും അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഐ മോഡലായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെയുമാണ്. ഇവിടെയും രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് ക്രോസ് ആവും. അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് വൈറ്റും ബ്ലൂവുമായിട്ടുള്ള എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. വൈറ്റും ബ്ലൂ, അത് ഇവിടെയുണ്ട്. വൈറ്റ് ബ്ലൂ, ഇത് വേറെ ഒന്നും വേണ്ട, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തിരിച്ചാൽ മാത്രം മതി. അത് നോക്കി ഇപ്പോൾ ഒരു എൽ മോഡലായിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ, ഇനി വേണ്ടത്, ഇവിടെ ഒരിക്കലും യെല്ലോ വരത്തില്ല. കാരണം യെല്ലോ വരാൻ പാടില്ല എന്ന് കാരണം യെല്ലോ അടിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യെല്ലോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇനി വരേണ്ടതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആയിട്ടുണ്ട്, ബ്ലൂ ആയിട്ടുണ്ട്, റെഡ് ആയിട്ടുണ്ട്. ഇനി വരേണ്ടത് ഗ്രീനാണ്. ഗ്രീനും വൈറ്റും എവിടെയെങ്കിലും കറക്റ്റായി വരുന്നുണ്ടോ എന്ന്. ഗ്രീൻ ഇവിടെ ഉണ്ട്. ഇനി വൈറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. വൈറ്റും ഗ്രീനും ആയിട്ടുള്ള എഡ്ജ് പീസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം. അത് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് താഴേക്ക് കൊണ്ടുവരിക. ഇത് നേരെ തിരിച്ച് ഗ്രീനിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇത് പഴയപടി ഇത് ഒരിക്കലും മാറ്റാൻ പാടില്ല. ഇത് കറക്റ്റ് പൊസിഷനിൽ തന്നെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഗ്രീനിൽ കൊണ്ടുവച്ച ഭാഗം നമ്മൾ മേളിലോട്ട് തിരിച്ചാൽ മാത്രം മതി. കണ്ടോ, ഇവിടെ ഒരു ക്രോസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ കോർണറുകളെല്ലാം കറക്റ്റ് ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നടക്കുന്നത് റെഡാണ് നോക്കുന്നത്. അപ്പോൾ നാം നോക്കേണ്ടത് ഇവിടെ റെഡ് വരണം, ഇവിടെ വൈറ്റ് വരണം, ഇവിടെ ഗ്രീൻ വരണം. ഈ ഒരു കോർണർ പീസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് നോക്കണം. റെഡ്, ഗ്രീൻ, വൈറ്റ്, ഈ ഒരു പോർഷനാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. റെഡ്, വൈറ്റ്, ഗ്രീൻ, അത് ഇവിടെയാണ് ഇരിക്കുന്നത്.
ഇതിവിടെ കൊണ്ടുവരാനായിട്ട് നാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് തിരിക്കുക. അത് കറക്റ്റ് ചെയ്ത് താഴത്തെ ലെയർ തിരിച്ച് അതിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഇത് കറക്റ്റായി. ഇതൊന്ന് മേളിലോട്ട് കൊണ്ടുവന്നാൽ കണ്ടോ, ഇതിവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ റെഡും ഗ്രീനും വൈറ്റും അലൈൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ഇവിടെ ബ്ലൂവും വൈറ്റും റെഡും ഈ ഒരു കളർ കോർഡിനേഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. റെഡ്, വൈറ്റ്, ബ്ലൂ അത് ഇവിടെയാണ് ഇരിക്കുന്നത്. അത് ജസ്റ്റ് ഇവിടെ കൊണ്ടുവരിക. ഇതൊന്ന് താഴോട്ടാക്കുക. തിരിച്ച് അതേ ദിശയിലേക്ക് കൊണ്ടുവരിക. മേളിലോട്ട് കൊണ്ടുവരിക. കണ്ടോ, അതും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ഈ ഒരു പോർഷൻ കറക്റ്റ് ചെയ്യേണ്ട ജോലിയാണ്. ഇവിടെ വരേണ്ടത് ബ്ലൂ, ഓറഞ്ച്, വൈറ്റ് ഈ ഒരു കോർണർ പീസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ബ്ലൂ, ഓറഞ്ച്, വൈറ്റ് അതിവിടെയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മേളിലത്തെ ടോപ്പ് സൈഡ് താഴേക്ക് കൊണ്ടുവരിക. ലാസ്റ്റ് ബോട്ടം സൈഡ് തിരിച്ച് അതേ ദിശയിലേക്ക് കൊണ്ടുവരിക. മേളിലോട്ട് തിരിക്കുക. അതും കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇനി ലാസ്റ്റ് ഈ ഒരു പോർഷനും കൂടെ ക്ലിയർ ചെയ്യുന്നത് കൂടി ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വരേണ്ടത് ഓറഞ്ച്, ബ്ലൂ, വൈറ്റ് ഈ ഒരു കോർണർ പീസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് ഇവിടെയാണ് ഇരിക്കുന്നത്. വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച് കണ്ടോ. അത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത് താഴോട്ട് കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് മേളിലോട്ട് തിരിക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തു. അഥവാ ഇങ്ങനെ ഇതല്ല കോർഡിനേഷൻ കളറുകൾ തമ്മിൽ തിരിഞ്ഞിരുന്നാലും, അതായത് പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. റെഡ് ഇവിടെയും വന്നു, വൈറ്റ് ഇവിടെയും വന്നു, ബ്ലൂ ഇവിടെയും വന്നാലും നമുക്കിത് സോൾവ് ചെയ്യാൻ വേറൊരു എളുപ്പമാർഗ്ഗമുണ്ട്. നമ്മൾ ഒന്നും ചെയ്യേണ്ട. നമ്മൾ എവിടെയാണോ തെറ്റായിട്ടിരിക്കുന്നത് അത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു കോർണറാണ് തെറ്റെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്ക്, ആ കോർണർ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് റൈറ്റ് ഇൻവേഴ്സ് ഈ ഒരു അൽഗോരിതം പഠിച്ചു വയ്ക്കുക. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. ഇങ്ങനെ ഒരു കറക്റ്റ് ആകുന്നവരെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് വീണ്ടും 1-2 പ്രാവശ്യം കൂടെ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് വരും. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. ഉണ്ടോ, ഇതെങ്ങനെ തിരിഞ്ഞ് എവിടെ ഇരുന്നാലും കളർ കോർഡിനേഷൻ അത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം, അതായത് ഇവിടെ ഈ 3 പോർഷനും കറക്റ്റ് അല്ല എങ്കിൽ കൂടി ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെക്കൻഡ് ലെയർ. നമ്മൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുമ്പോഴും ഈ ഒരു പോർഷൻ മാറ്റി വയ്ക്കരുത്. ഇതൊന്ന് കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചിട്ട് വേണം സെക്കൻഡ് ലെയർ നമ്മൾ കോർഡിനേഷൻ കറക്റ്റ് ആക്കാൻ. ഇനി നമുക്ക് സെക്കൻഡ് ലെയറാണ് സോൾവ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. കണ്ടോ, ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഇവിടെ യെല്ലോയാണ് വന്നിരിക്കുന്നത്. യെല്ലോ വരാത്ത നമ്മൾ എഡ്ജ് പീസ് കണ്ടെത്തണം. യെല്ലോ അടങ്ങാത്ത ഏതെങ്കിലും ഒരു എഡ്ജ് പീസ്. ഇവിടെ യെല്ലോ വന്നിട്ടുണ്ട്, ഇതിൽ വന്നിട്ടുണ്ട് യെല്ലോ, ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പീസിൽ മാത്രം ഒരു ബ്ലോക്കിൽ മാത്രം യെല്ലോ പീസ് വന്നിട്ടില്ല. അതിന് നാം കറക്റ്റ് സെക്കൻഡ് ലെയർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ റെഡ് ഇവിടുത്തെ പീസ് അടിയിലുള്ളതല്ല ഫ്രണ്ട് വരുന്നത് ഈ ഒരു കളർ കറക്റ്റ് ചെയ്ത് കണ്ടോ റെഡിൻ്റെ അതേ പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. കൊണ്ടുവച്ചതിന് ശേഷം റെഡും ഗ്രീനും അത് വരേണ്ടത് എവിടെയാണെന്ന് നോക്കുക. ഈ റെഡും ഗ്രീനും വരേണ്ടത് ഇവിടെയാണ്. ഇവിടെ റെഡ് വരണം, ഇവിടെ ഗ്രീൻ വരണം. അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഗ്രീൻ ഇവിടെയാണ് വരേണ്ടതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിക്കുക. ജസ്റ്റ് ഒന്ന് തിരിച്ചതിന് ശേഷം ഈ ഒരു ലെയർ നമുക്ക് വരേണ്ട സ്ഥാനം അതൊന്ന് താഴോട്ട് തിരിക്കുക. ബോട്ടം സൈഡ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക, പഴയപടിയാക്കുക. ഓക്കെ, എന്നിട്ട് ഗ്രീൻ സൈഡ്, അതായത് നമ്മൾ ഫേസ് ചെയ്യുന്നതിൻ്റെ
റൈറ്റ് സൈഡ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ബോട്ടം സൈഡ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡ് താഴേക്ക് കൊണ്ടുവരിക. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുക, മേളിലോട്ട് തിരിക്കുക. കണ്ടോ, ആ ഒരു പോർഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇനി വീണ്ടും അടിയിലേക്ക് പോവുക. യെല്ലോ അടങ്ങാത്ത ഒരു എഡ്ജ് പീസ് നോക്കുക. ഇത് അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഈ ഒരു പോർഷൻ, ഈ ഒരു ബ്ലോക്കിൽ യെല്ലോ അടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ പീസ് ഇതെല്ലാം ഈ ബ്ലൂ കറക്റ്റ് ചെയ്ത് അലൈൻ ചെയ്യുക. ബ്ലൂവിൻ്റെ അതേ ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ബ്ലൂവും ഓറഞ്ചും അതെവിടെയാണ് വരേണ്ടത് നോക്കുക. ഇതാ ബ്ലൂ ഇവിടെ വരണം, ഓറഞ്ച് ഇവിടെ വരണം. അപ്പോൾ ഈ ബ്ലോക്ക് വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ലാസ്റ്റ് ലെയർ തിരിക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് വരേണ്ടതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് തിരിക്കുക. തെറ്റായിരിക്കുന്ന ഭാഗം താഴോട്ട് തിരിക്കുക. ആ സൈഡ് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഇത് മേലോട്ട് തിരിക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഭാഗത്തോട്ടാണ് വരേണ്ടത് ആ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് തിരിക്കുക. എന്നിട്ട് ഈ വൈറ്റ് ഇരിക്കുന്ന ഭാഗം തിരിച്ചു കൊടുക്കുക. റൈറ്റ് സൈഡ് വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. അത് പഴയപടിയാക്കുക. എന്നിട്ട് മേലോട്ട് തിരിക്കുക. കണ്ടോ, ആ ബ്ലൂവും ഓറഞ്ചും കറക്റ്റ് അലൈൻ ആയിട്ടുണ്ട്. വീണ്ടും അടിയിലേക്ക് പോവുക. യെല്ലോ അടങ്ങാത്ത ഒരു എഡ്ജ് പീസ് കണ്ടെത്തുക. യെല്ലോ അടങ്ങിയിട്ടുണ്ട്. ഇതിനും യെല്ലോ വന്നിട്ടുണ്ട്. ഇതവിടെ ഇത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഓറഞ്ചും ഗ്രീനും അതെവിടെയാണ് വരേണ്ടതെന്ന് നോക്കുക. ഗ്രീൻ ഇവിടെ വരണം, ഓറഞ്ച് ഇവിടെ വരണം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് വരേണ്ടതെങ്കിൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുക. ഇതിവിടെയാണ് വരേണ്ടതെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് തിരിക്കുക. ഇത് താഴോട്ട് കൊണ്ടുവരിക. വീണ്ടും അത് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ടോപ്പ് ആക്കുക. ജസ്റ്റ് ആ സൈഡിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ലെഫ്റ്റ് സൈഡ് താഴോട്ട് കൊണ്ടുവരിക. ഈ വൈറ്റ് ഇവിടെ വരണം. അതിന് നേരെ ഒന്ന് ഫ്രണ്ടിലോട്ട് തിരിക്കുക, മേളിലോട്ടാക്കുക. കണ്ടോ, അതും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണർ പീസും കൂടെ കറക്റ്റ് ആക്കിയാൽ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആകുന്നതാണ്. അതിന് നമുക്ക് അടുത്ത വീണ്ടും യെല്ലോ അടങ്ങാത്ത ഒരു എഡ്ജ് പീസ് കണ്ടെത്തുക. ഇവിടെ എല്ലാം യെല്ലോ വന്നിട്ടുണ്ട്. ഒരു യെല്ലോവും വരാത്ത ഇവിടെ ആ ഒരു പീസ് ഇവിടെയൊന്നുമില്ല. കാരണം ആ പീസ് ഇവിടെ കറക്റ്റായിട്ട് തിരിഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. ബ്ലൂ ഇവിടെ വരണം, റെഡ് ഇവിടെ വരണം. അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്കിത് കറക്റ്റ് ചെയ്യണം. ഈ ഒരു പീസ് അടിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ പീസ് ഇവിടെ കറക്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഇത് റൈറ്റ് സൈഡിലേക്ക്, അതായത് തെറ്റായ ഭാഗം നമ്മുടെ റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്തുകൊണ്ട് താഴോട്ട് കൊണ്ടുവരിക. എന്നിട്ട് താഴത്തെ ലെയർ, ലാസ്റ്റ് ലെയർ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഇത് ടോപ്പിലേക്ക് തിരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് റൈറ്റ് സൈഡിലേക്ക്, ഈ വൈറ്റ് ഭാഗം നമ്മൾ പിടിച്ചിരിക്കുന്ന വൈറ്റ് ഭാഗം റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ലെഫ്റ്റ് സൈഡ്, ടോപ്പ് സൈഡ് താഴോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക. ശേഷം ഇത് ടോപ്പിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നോക്കുക തെറ്റായിട്ട്. എന്നിട്ട് വീണ്ടും ലാസ്റ്റ് ലെയറിലേക്ക് നോക്കുക. ആ പീസ് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ ബ്ലൂ വരുന്ന ഭാഗത്തേക്ക് കറക്റ്റായി കൊണ്ടുവരിക. കണ്ടോ, നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗമാണ്, അടിഭാഗമല്ല, എപ്പോഴും ശ്രദ്ധിക്കുക. അത് കൊണ്ടുവന്നതിന് ശേഷം റെഡും ബ്ലൂവും അതെവിടെയാണ് വരേണ്ടത്? ഇവിടെയാണ് വരേണ്ടത്. ബ്ലൂ ഇവിടെ വരണം, റെഡ് ഇവിടെ വരണം. അപ്പോൾ ഈ സൈഡിലേക്ക് വരണമെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് തിരിക്കുക. ഇത് താഴേക്ക് കൊണ്ടുവരിക. നേരെ ഇങ്ങോട്ട് തിരിക്കുക. ഇത് ടോപ്പിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഈ വൈറ്റ് സൈഡ് വീണ്ടും മാറ്റി പിടിക്കുക. ഇത് താഴേക്ക് കൊണ്ടുവരിക. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക. കണ്ടോ, സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെക്കൻഡ് ലെയറിന് ലാസ്റ്റ് ലെയറാണ്. ഈ ലാസ്റ്റ് ലെയറും കൂടെ കഴിയുന്നതോടുകൂടി നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് കഴിയുന്നതായിരിക്കും. റൂബിക്സ് ക്യൂബ് ലാസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിലുള്ള ഒരു പാറ്റേൺ നമുക്കിതിൽ കിട്ടും. ഒന്ന് ഈ ഒരു ഡോട്ട് മാത്രമായിരിക്കും. ചിലർക്ക് അത് വരുന്നത് ഇങ്ങനെ ഒരു രീതിക്കായിരിക്കും. ചിലർക്ക് ഒരു എൽ തിരിച്ചിട്ട മോഡലായിരിക്കും. ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ വന്നാലും നമ്മൾ പിടിക്കേണ്ടത് ഈ ഒരു മെത്തേഡിലായിരിക്കണം. ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. തിരിച്ചിട്ട മോഡലോ അല്ലെങ്കിൽ ഇങ്ങനെയോ ആയിരിക്കും ചെയ്യേണ്ടത്.
ഇതിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു ക്രോസ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു അൽഗോരിതം നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതിനായിട്ട് ഫസ്റ്റ് പഠിക്കേണ്ടത് ഈ ഒരു പോർഷൻ ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് ഫ്രണ്ട് ഇവിടെ ക്രോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്, റൈറ്റ്, ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ ആ ഒരു എൽ, ഞാൻ പറഞ്ഞ ആ ഒരു എൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വെച്ചാണ് നമ്മൾ സോൾവ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ റൊട്ടേറ്റ് ചെയ്ത് അത് കറക്റ്റ് ഈ ഒരു മെത്തേഡിൽ പിടിക്കുക. എല്ല് തിരിച്ചിട്ട മോഡൽ, ഈ ഒരു മോഡലാണ് കറക്റ്റ്. ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ റൂബിക്സ് ക്യൂബ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും അതേ മെത്തേഡ് എഗെയിൻ അതേ അൽഗോരിതം വെച്ചിട്ട് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. ഫ്രണ്ട്, റൈറ്റ്, ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്. അതോ നമുക്കിവിടെ ഒരു മൈനസിൻ്റെ ഒരു ചിഹ്നം വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു 2 പോർഷനും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് താഴെ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ ഇവിടെ ഒരു ക്രോസ് ആവുന്നതായിരിക്കും. അതിനാണ് ഈ ഒരു അൽഗോരിതം നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു അൽഗോരിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ഏതുവരെ ആകുന്നു ആ ഒരു ടൈം വരെ നമ്മൾ ഈ ഒരു അൽഗോരിതം മാത്രം ഉപയോഗിച്ചാൽ മതി. വീണ്ടും എഗെയിൻ നമ്മൾ അത് തന്നെയാണ് വീണ്ടും ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്, റൈറ്റ്, ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്. കണ്ടോ ക്രോസ് ആയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നോക്കണ്ട, ക്രോസ്. ഇനി നമുക്ക് ഈ ക്രോസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു കറക്റ്റാണ്, കണ്ടോ ഈ 2 പോർഷൻ മാത്രം കറക്റ്റാണ്, ബ്ലൂവും ഗ്രീനും. ഈ 2 പോർഷൻ മാത്രമേ കറക്റ്റ്. അപ്പം ബാക്കി ഈ 2 സൈഡ് കൂടെ നമ്മൾ കറക്റ്റാക്കി എടുക്കണം. അതിനായിട്ട് ഒരു അൽഗോരിതം കൂടെ ഉണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യണം. ചിലർക്ക് ഇങ്ങനെ ഫ്രണ്ടും ബാക്കുമായിട്ട് വരും, ചിലർക്ക് ഫ്രണ്ടും ഇവിടെ റൈറ്റുമായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ 2 സൈഡിലായിട്ടാണ് വരുന്നതെങ്കിൽ അത് റൈറ്റും ബാക്കുമായിട്ട് പിടിക്കണം. ഫ്രണ്ടും ബാക്കുമായിട്ട് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കുമായിട്ട് പിടിച്ചാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ റൈറ്റും ബാക്കുമായിട്ട് പിടിക്കണം. ഈ 2 സൈഡുമായിട്ട് പിടിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത കോർണർ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് റൈറ്റ്, ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ്, റൈറ്റ്, ടോപ്പ്, ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്. ഇതാ കണ്ടോ ബേക്കിലിടുന്ന സാധനം കറക്റ്റ് പോർഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വീണ്ടും അത് കറക്റ്റ് റൈറ്റ് സൈഡും ബാക്കുമായിട്ട് പിടിക്കുക. ഇത് റൈറ്റാക്കി ഇത് ബാക്കാക്കി. വീണ്ടും കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അതേ അൽഗോരിതം തന്നെ ഉപയോഗിക്കുകയാണ്. റൈറ്റ്, ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ്, റൈറ്റ്, ടോപ്പ്, ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്. ഇനി അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഈ ഒരു അലൈൻ കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഓറഞ്ച് ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, ബ്ലൂ കറക്റ്റ് ആയിട്ടുണ്ട്, റെഡ് കറക്റ്റ് ആയിട്ടുണ്ട്, ഗ്രീൻ എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ ക്രോസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി കോർണറുകളെല്ലാം കറക്റ്റ് ആക്കുക. കോർണറുകൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ എല്ലാം കറക്റ്റ് പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ബ്ലൂ ഇത് തെറ്റാണ്, ഓറഞ്ചിൻ്റെ സ്ഥാനത്ത് അല്ല റെഡ് വരേണ്ട സ്ഥാനത്ത് ഓറഞ്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അത് വരുന്നത്. ഗ്രീൻ ഇതും തെറ്റാണ്, ഇവിടെ പച്ച വന്നു, ഗ്രീൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ, ഇത് തെറ്റാണ്. ഈ ഒരു ലെയർ ഇതും തെറ്റാണ്. എല്ലാം ഇരിക്കുന്ന എല്ലാ പൊസിഷനും തെറ്റാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്യണം. ഈ കോർണർ കറക്റ്റ് ആക്കണം. കോർണർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അൽഗോരിതം കൂടെ ഉണ്ട്. ലാസ്റ്റ് അൽഗോരിതമാണ്. ലാസ്റ്റ് അല്ല, ഇനി 2 അൽഗോരിതം ഉണ്ട്. അതിൽ കോർണർ കറക്റ്റ് ആക്കാനുള്ള അൽഗോരിതമാണ് ടോപ്പ്, റൈറ്റ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ് ഇൻവേഴ്സ്, ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ്. എവിടെയെങ്കിലും കറക്റ്റായിട്ട് കോർണർ ഈ പീസ് ഈ കളറുകൾ തമ്മിൽ മാറിയിരുന്നാലും സാരമില്ല. ഏതെങ്കിലും കളർ കറക്റ്റ് കോർഡിനേഷൻ ഇരിപ്പുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. യെല്ലോ, റെഡ്, ബ്ലൂ ഇത് തെറ്റാണ്. ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ ഈ ഒരു ഭാഗം കറക്റ്റാണ്. ഇത് തിരിഞ്ഞ് വന്നാൽ മാത്രം മതി. ഓറഞ്ച് ഇവിടെ വരണം, ഗ്രീൻ ഇവിടെ വരണം, യെല്ലോ ഈ ഒരു ബ്ലോക്ക് കറക്റ്റായി വന്നാൽ
ഇത് കറക്റ്റാണ്, ഏകദേശം കറക്റ്റാണ്. ഇത് കറക്റ്റ് റൊട്ടേഷൻ മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. ഈ ഒരു കറക്റ്റ് ബ്ലോക്ക് എവിടെയുണ്ടോ ആ സൈഡ് നമ്മുടെ കറക്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു ഞാൻ പറഞ്ഞ അതേ അൽഗോരിതം ഒന്നുകൂടെ ഉപയോഗിക്കുക. ടോപ്പ് റൈറ്റ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ് ഇൻവേഴ്സ്, ടോപ്പ് റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ്. കണ്ടോ? ഈ ഒരു ഇവിടെ ഇരുന്ന ബ്ലോക്ക് പോലെ തന്നെ ഇവിടെ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. ഓറഞ്ച് ഇവിടെ വന്നാൽ മതി, ബ്ലൂ ഇവിടെ വരണം, യെല്ലോ ഇവിടെ വരണം. ഇത് കറക്റ്റാണ്. ഇതും കറക്റ്റായിട്ടുണ്ട്, ഇതും കറക്റ്റായിട്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു അൽഗോരിതം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ലാസ്റ്റത്തെയാണ് ഇത് കറക്റ്റ്, ഈ പൊസിഷൻ മാത്രം മാറ്റിയാൽ മതി. ഞാൻ ഫസ്റ്റ് ലെയർ ശരിയാക്കിയപ്പോൾ ഒരു അൽഗോരിതം പറഞ്ഞിരുന്നു. ആ ഒരു മെത്തേഡ് മാത്രം ഇവിടെ ഉപയോഗിച്ചാൽ മതി. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. ഓക്കെ, ആ ഒരു പോർഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും തെറ്റായിട്ടിരിക്കുന്ന ഭാഗം കറക്റ്റ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. ഓക്കെ, അതും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും തെറ്റായിട്ടിരിക്കുന്ന അതേ ഭാഗം തന്നെ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. ഇത് ചെയ്യുമ്പോൾ എല്ലായിടവും തെറ്റായിട്ടൊക്കെ വരും, നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട. ഈ ഒരു പോർഷനും കൂടെ ശരിയാക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും. വീണ്ടും അത് റൈറ്റ് സൈഡിൽ അടുത്ത തെറ്റായിരിക്കുന്ന ഭാഗം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റൂബിക്സ് ക്യൂബ് ആർക്കും സോൾവ് ചെയ്യാം എന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലെങ്തിയായി ഇട്ടത്. ഇതിൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.